ഡോക്ടർ എം കെ രാമന്റെ അറസ്റ്റിലെ വീഴ്ചയിൽ ഡിവൈഎസ്പിയെ ശകാരിച്ച് ഹൈക്കോടതി. ഡിവൈഎസ്പി ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10-ൽ 9-ലും വീഴ്ചയില്ല. ഇതിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റിയെന്നും കോടതി ചോദിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമമെന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കോടതി മുറിയിലെ മൈക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ചതിനെയും ജഡ്ജി വിമർശിച്ചു. ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇന്ന് ഡിവൈഎസ്പിയും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും എസ്പിയും കോടതിയിൽ നേരിട്ട് ഹാജരായി. ഡിവൈഎസ്പിയെ കോടതി അടുത്തേക്ക് വിളിച്ചു വരുത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഡിവൈഎസ്പി ആയിട്ട് എത്ര നാളായി? ഇതുവരെ എത്ര അറസ്റ്റ് രേഖപ്പെടുത്തി? ഡിവൈഎസ്പി ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10-ൽ 9-ലും വീഴ്ചയില്ല. ഇതിൽ മാത്രമാണോ വീഴ്ച പറ്റിയത്? അറസ്റ്റിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയില്ലേ? പ്രതിക്ക് അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാത്തത് മനഃപൂർവ്വമാണോ? ഈ കേസുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർ നിരന്തരം വിളിച്ചില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമം? തൂഫാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു മുറിവും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറ്റിയിരിക്കുന്നത് കഴുത്തിനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആൾ മരിച്ചു പോകില്ലേ ഡിവൈഎസ്പി എന്നുകൂടിയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും രൂക്ഷ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിക്ക് സുപ്രീം കോടതി വരെ പോകാൻ എന്തിനാണ് അവസരം നൽകിയത്? സാധാരണക്കാരന്റെ കാര്യം നോക്കാൻ ഇവിടെ കോടതിയുണ്ട്. അത് ഓർമ്മിപ്പിക്കട്ടെ എന്നുകൂടി കോടതി പറയുന്നുണ്ട്. നടപടി എടുക്കരുത്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ കീഴ്ക്കോടതി സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ നടപടിയൊന്നും എടുക്കരുത് എന്ന ഡിവൈഎസ്പി കോടതിയിൽ ആവശ്യപ്പെട്ടു. വീഴ്ചയിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഡിവൈഎസ്പിയോട് കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ മേൽനോട്ടം എന്തെന്ന് അറിയുമോ എന്ന് ക്രൈംബ്രാഞ്ച് എസ്പിയോട് കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ കാര്യങ്ങളിലും കോടതി നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്ക് ശേഷമായിരിക്കും ഹർജി വീണ്ടും പരിഗണിക്കുക. നേരത്തെ തന്നെ റാമിന്റെ അറസ്റ്റിൽ ഉണ്ടായ വീഴ്ച സംഭവിച്ചു എന്ന് ആഭ്യന്തര മന്ത്രിയടക്കം പറയുന്ന സാഹചര്യമുണ്ടായി. പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കടക്കുന്നു. അതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമായി വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.